നമസ്കാരം. അഭിജിത്ത് സാജു ഇടുക്കി ഓഫ് കേരള പെരുവന്താനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനു മുമ്പായി നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ദീപാവലിയായിട്ട് നമ്മളിന്ന് മധുര മീനാക്ഷി ദേവി ക്ഷേത്രത്തിലാണുള്ളത്. എല്ലാവർക്കും അറിയാം, മധുര മീനാക്ഷി ദേവി ക്ഷേത്രം വർഷങ്ങൾ പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. തമിഴ്നാട് സ്റ്റേറ്റ് മധുര എന്ന സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നൊരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ദേവി ക്ഷേത്രം. നമുക്ക് കുമളി വന്നാൽ ഒരുപാട് ബസ്സുണ്ട് ഇങ്ങോട്ട് വരാൻ, തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ നിന്ന്. അല്ലെങ്കിൽ കേരളത്തിൽ നിന്നാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫാസ്റ്റ് ബസ്സുകളുണ്ട് ഇങ്ങോട്ട്, മധുരൈ അല്ലെങ്കിൽ പളനി ഒക്കെ പോകുന്ന വണ്ടി. അതിന് കയറിയാൽ നമുക്ക് മധുര ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പളനി അങ്ങനെ ഉള്ള വണ്ടി കയറിയാലും തേനി അവിടെ എല്ലാം നമുക്ക് ഇറങ്ങിയിട്ട് വരാൻ പറ്റും അമ്പലത്തിലേക്ക്. കുറച്ച് നടന്നു വന്നാൽ മതി. അതുപോലെ തന്നെ തിരിച്ചു പോകാനാണെങ്കിലും നമുക്ക് അർപ്പൂപ്പാളയം വഴി കുമളിക്ക് വന്ന് അങ്ങനെ ബസ്സുണ്ട് ഇഷ്ടം പോലെ. അതിൽ ട്രെയിൻ സർവീസ് ഉണ്ട് കോട്ടയത്തുനിന്ന്. ഇവിടുന്ന് തിരിച്ച് പോലെ തന്നെ തേനി വഴി ഇഷ്ടംപോലെ ബസ്സുണ്ട്. പിന്നെ ട്രെയിനും ഉണ്ട് അതുപോലെ തന്നെ. പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യം, പിന്നെ അതുപോലെ ലോഡ്ജ് എല്ലാം ക്ഷേത്രത്തോട് അടുത്തുണ്ട്. എല്ലാവിധ സജ്ജീകരണങ്ങളും ക്ഷേത്രത്തോട് അടുത്ത് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് വളരെ ജാഗ്രതയോടെ തന്നെ നമുക്ക് ദർശനം പൂർത്തിയാക്കി നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. നമുക്കങ്ങനെ നമ്മുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അങ്ങനെയൊന്നുമില്ല. എല്ലാ സാധനവും ഇവിടെ എത്തിക്കാൻ പറ്റും. ഫാമിലിയായിട്ട് വരുന്നവർക്ക് അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ ദർശനത്തിന് വേണ്ടി നമുക്ക് പാസ് എടുത്ത് കയറാം. സിവിൽ ദർശനമുണ്ട്. ടിക്കറ്റ് 2 ടൈപ്പുണ്ട്. 50, 100 എന്ന് വെച്ചാൽ 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. ആ ടിക്കറ്റ് എടുത്ത് നമുക്ക് ദർശനം പൂർത്തിയാക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും മധുര മീനാക്ഷി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെന്ന് ദേവീ നാമത്തിൽ പറഞ്ഞോളൂ. ദീപാവലി ആശംസകളോടെ. തമിഴ്നാടിൻ്റെ ഏറ്റവും ഭക്തിപൂർവ്വമുള്ളൊരു ഉത്സവമാണ് ദീപാവലി എന്ന് പറയുന്നത്. അകത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂ കിട്ടുള്ളൂ. അപ്പം തിരക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു മുന്നിൽ നിന്നുള്ളതൊന്നും അങ്ങനെ എടുപ്പിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ ഈ വെച്ചൊക്കെ കെട്ടിയേക്കുവാണ് ദീപാവലിയുടെ വേണ്ടി. നമുക്ക് അത്രയും കൂടെ ഭംഗിയായിട്ടത് കിട്ടുകയില്ല. ഉള്ളതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. എല്ലാവർക്കും കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, ചെറുതായിട്ടെങ്കിലും. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി. അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്ര നാരായണ, ലക്ഷ്മി നാരായണ.